നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മണ്ണാണ് ധനുഷ്കോടിയിലേത്. ആ പുണ്യഭൂമിയിലേക്കാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ രാമേശ്വരം യാത്രയുടെ ഭാഗമായാണ് ഞാനിവിടെ എത്തിയത്. ആ യാത്രയുടെ തന്നെ ഇന്ന് അവസാന ദിവസമാണ്. ധനുഷ്കോടിയുടെ മനോഹരമായ ദൃശ്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാമേശ്വരത്തിൻ്റെ തെക്ക് കിഴക്കറ്റത്തായി അന്ന് ഉപേക്ഷിക്കപ്പെട്ടൊരു നഗരമായിരുന്നു ധനുഷ്കോടി. ധനുഷ്കോടിയുടെ പ്രതാപകാലത്ത് ഈ നഗരം വലിയൊരു തുറമുഖ പട്ടണമായിരുന്നു. 1964 ഡിസംബറിലുണ്ടായ ഒരു വലിയൊരു ചുഴലിക്കാറ്റിൽ ഈ നഗരം പൂർണ്ണമായി തകരുകയും അതിനുശേഷം മദ്രാസ് സർക്കാർ ഈ ധനുഷ്കോടി ഒരു പ്രേതനഗരമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്നത്തെ രാത്രിയിൽ സംഹാരതാണ്ഡവമാടിയ ആ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടിയിലെ സ്കൂളുകൾ, ചർച്ച്, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ എന്നിവയെല്ലാം പൂർണ്ണമായി തകർന്നുപോയി. ഈ തകർന്നു പോയത് പലതും പിന്നീട് കടലിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവിടേക്ക് വരുന്ന തീർത്ഥാടകരിലെ ഭൂരിഭാഗവും അവരുടെ സ്വന്തം വണ്ടികളിലാണ് അവരിങ്ങോട്ട് വരുന്നത്. ഈ വണ്ടികളെല്ലാം തന്നെ ഇതിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ട്രാഫിക് ജാമാണ് ഇവിടെ ദിനം പ്രതി കാണുന്നത്. പിന്നെയുള്ള മറ്റൊരു ഓപ്ഷൻ ഉള്ളത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളാണ്. 1 മണിക്കൂറിൽ ഒരു ബസ് വെച്ചാണ് ഇവിടേക്ക് സർവീസ് നടത്തുന്നത്. വളരെ നേരം 1 മണിക്കൂർ 1.5 മണിക്കൂർ ബസ് കാത്തു നിന്നിട്ട് വേണം നമുക്കിവിടുന്ന് തിരിച്ച് പോകാൻ. പിന്നെയുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ. അവർ ഈ ഓട്ടോ വരുന്ന ആളുകളെ നോക്കിക്കൊണ്ടാണ് അവർ ചാർജ് ഈടാക്കുന്നത്. ചിലപ്പോൾ 700, 800, 1000 എന്ന നിലയ്ക്കാണ് അവരുടെ ചാർജ് അവർ ഈടാക്കുന്നത്. അവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ വരുന്ന വഴിയിൽ 2 or 3 ക്ഷേത്രങ്ങളുണ്ട്. അവിടെയെല്ലാം പോയി അതെല്ലാം കാണിച്ച് നമ്മൾ ധനുഷ്കോടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ വരുന്നത് വരെ അവരവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ തിരിച്ചു വന്ന് ഈ വണ്ടിയിൽ കയറി നേരെ നമ്മൾ എവിടെ നിന്ന് വണ്ടി കയറിയോ അവിടെ ചെന്ന് അവിടെ കൊണ്ട് നമ്മളെ ഇറക്കി വിട്ടിട്ട് അവിടെ വെച്ച് നമ്മൾ അവർക്ക് പൈസ കൊടുത്താൽ മതി. ബീഹാറിൽ നിന്ന് ധനുഷ്കോടി കാണാൻ വന്ന ഒരു ഫാമിലി ആയിരുന്നു അവർ. അപ്പോൾ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ അവർ വളരെ ആകാംക്ഷയോട് കൂടിയാണ് ധനുഷ്കോടിയെക്കുറിച്ച് സംസാരിച്ചത്. അവരുടെ ഓരോ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ധനുഷ്കോടി എത്ര പുണ്യമായ സ്ഥലമാണെന്നുള്ളത്. ആവശ്യമുള്ളത്രയും കുടിവെള്ളവും ഭക്ഷണവും നമ്മൾ ബാഗിൽ കരുതി വേണം ഇങ്ങോട്ട് എത്തിച്ചേരാൻ. ധനുഷ്കോടിയിൽ ആകെ കിട്ടുന്നത് ചില ഫ്രൂട്ട്സ് ഐറ്റംസാണ്. ഈ പൈനാപ്പിൾ, കുക്കമ്പർ, മാങ്ങ, തണ്ണിമത്തൻ, ഇങ്ങനെ ചില ചെറിയ ഐറ്റംസ് മാത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്.
ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന സ്ഥലത്തേക്ക് കേവലം 29 കിലോമീറ്ററാണ്. തലൈമന്നാർ എന്ന സ്ഥലത്തിൻ്റെ ഭംഗിയാർന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ ധനുഷ്കോടിയിൽ ചില ബൈനാക്കുലറിൽ കൂടെ ചെറിയൊരു ഫീസ് കൊടുത്ത് നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്നൊരു പുണ്യസ്ഥലമാണ് ധനുഷ്കോടിയിലെ അരിച്ചൽ മുന എന്ന ഈ സ്ഥലം. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ ഈ ധനുഷ്കോടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കടൽ തീരത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് തൊഴുതുകൊണ്ടാണ് അവർ ഈ മണ്ണിലേക്ക് കാലുവയ്ക്കുന്നത്. അത്രയ്ക്ക് പുണ്യമായിട്ടാണ് അവർ ആ മണ്ണിനെ കാണുന്നത്. വാനരസേന ഭഗവാനുമൊത്ത് ശ്രീലങ്കയ്ക്ക് പോകാൻ വേണ്ടി പാലം നിർമ്മിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ഭഗവാന്റെ പാദസ്പർശനം ഏറ്റുവാങ്ങിയ മണ്ണാണ് ഈ ധനുഷ്കോടിയിലെ. ആ മണ്ണിനെ അവർ വളരെ പുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പുണ്യഭൂമിയായ ധനുഷ്കോടിയുടെ കാഴ്ചകളിലേക്ക്